ട്രംപ് അധികാരത്തിലെത്തിയിട്ട് 100 ദിവസം. ഒന്നാം ഊഴത്തിൽ തുടർന്ന അബദ്ധങ്ങൾ തന്നെയാണ് രണ്ടാം ഊഴത്തിലും ട്രംപ് പിന്തുടരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ നേരിട്ടിടപെട്ടത്. അതുവരെ അണിയറയിൽ നിന്ന് ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ ഒരുക്കി നൽകുകയായിരുന്നു അമേരിക്ക. ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന് അവകാശപ്പെട്ടാണ് ട്രംപ് യമനിൽ ആക്രമണം നടത്തിയത്. തുടർച്ചയായി യമനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തുകയാണ്. ഗസ വെടിനിർത്തലോടെ ആക്രമണം അവസാനിപ്പിച്ച ഹൂതികൾ ഇതോടെ വീണ്ടും ആയുധമെടുത്തു. യുഎസിനും ഇസ്രായേലിനുമെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് യുഎസ്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പലായ USS ട്രൂമാനിൽ നിന്നാണ് യുഎസ് യമനിൽ ആക്രമണം നടത്തിയത്. ഈ യുദ്ധക്കപ്പലിന് നേർക്കാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. ഹൂതി ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും വലിയ നാശങ്ങളും അതിനിടെ സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് US നാവികസേനയുടെ യുദ്ധവിമാനമായ F-18 സൂപ്പർ ഹോണറ്റ് ചെങ്കടലിൽ തകർന്നു വീണത്. US നാവികസേനയാണ് തിങ്കളാഴ്ച ഇക്കാര്യം അറിയിച്ചത്. USS ഹാരിസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പൽ ഹൂതികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് യുദ്ധവിമാനം നഷ്ടമായതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ യുദ്ധവിമാനം സമുദ്രത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 60 ദശലക്ഷം $ആണ് ഈ ഫൈറ്റർ ജെറ്റിൻ്റെ വില. ഹൂതികളുടെ വെടിവയ്പ്പിൽ നിന്ന് രക്ഷപ്പെടാൻ USS ട്രൂമാൻ തിരിയുമ്പോഴായിരുന്നു യുദ്ധവിമാനം കടലിലേക്ക് വീണതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ CNN പറഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണെന്നും സംഭവത്തിൽ ഒരു നാവികന് നിസ്സാര പരിക്കേറ്റെന്നും നാവികസേന അറിയിച്ചു. പരിക്കേറ്റ നാവികൻ ആ സമയത്ത് ജെറ്റിൻ്റെ കോക്പിറ്റിലായിരുന്നുവെന്നാണ് മറ്റൊരു US ഉദ്യോഗസ്ഥൻ CNN പറഞ്ഞത്. അതിനിടെ ഹൂതികൾ US സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുന്നത് തുടരുന്നു. കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ ഹൂതികൾ 7 MQ-9 റീപ്പർ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി. ഓരോ ഡ്രോണിനും കുറഞ്ഞത് $30 മില്യൺ വില വരും. അതിനൊപ്പം ഹൂതി ശക്തി കേന്ദ്രങ്ങളും വെടിക്കോപ്പുകളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ട് US യമനിൽ വ്യോമാക്രമണം തുടരുകയാണ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് USൻ്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം യമനിലെ റാസ് ഈസ ഓയിൽ ഡിപ്പോയ്ക്ക് നേരെ US ആക്രമണം നടത്തി. ആക്രമണത്തിൽ 80 പേരാണ് കൊല്ലപ്പെട്ടത്. 150 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ യമൻ സായുധ ഗ്രൂപ്പും തിരിച്ചടിച്ചു. ചെങ്കടലിലെയും അറബിക്കടലിലെയും US യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. ഒപ്പം ടെലവീവിന് സമീപവും ഹൂതികൾ ആക്രമണം നടത്തി. USൻ്റെ യുദ്ധക്കപ്പലായ USS കാൾ വിൻസണിൻ്റെ എസ്കൗട്ട് കപ്പലിലും ചെങ്കടലിലെ USS ട്രൂമാനും നേർക്ക് ആക്രമണം നടത്തിയതായി ഹൂതികൾ പിന്നീട് അവകാശപ്പെട്ടു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവീവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് സമീപമുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ഹൂതികളുടെ ആക്രമണം. തൊട്ടു പിന്നാലെയാണ് ചെങ്കടലിലെയും അറബിക്കടലിലെയും USൻ്റെ യുദ്ധക്കപ്പലുകളും ഹൂതികൾ ലക്ഷ്യമിട്ടത്. ഇതാദ്യമാണ് USS കാൾ വിൻസണിന് നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തുന്നത്.